അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണം കുറച്ച് കുറവാണ് എന്നാണല്ലോ അല്ലേ. ഒരുപാട് ഡിസ്കഷന് ശേഷമാണ് അരമണിക്കൂർ അപ്പുറത്തുള്ള നമ്മൾ മിനി ഊട്ടിയിൽ സ്റ്റേ പ്ലാൻ ചെയ്തത് കേട്ടോ. ആർക്കും ആദ്യം ഒട്ടും തന്നെ മൂടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, പിന്നെ എന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ്, പിന്നെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്തതുകൊണ്ടാവാം അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, കൂടെ വന്ന എല്ലാവർക്കും അത്രയ്ക്കും ഇഷ്ടമായി കേട്ടോ. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിനി ഊട്ടിയിലെ പൈൻ വില്ല് റിസോർട്ടില്ലേ, അവിടേക്കാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പൂളിലാണ്. കാരണം കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അതാണല്ലോ. പിന്നെ നമ്മൾ മാത്രമായതുകൊണ്ടും പ്രൈവസിയിൽ യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ കൂടെയുള്ള ടീമാണല്ലോ അല്ലേ. നമ്മളെ ടീം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലേസും അടിപൊളിയായിരിക്കും.